വെൽക്കം ടു ബിന്ദു ചിത്തിര. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ് കേട്ടോ. നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതായത് തേങ്ങയൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇന്ന് ചെയ്തിരിക്കുന്നത് മോര് കാച്ചിയത്, നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മോര് കാച്ചിയത്. അപ്പോൾ അതിന് തേങ്ങ ഉപയോഗിക്കാണ്ടുള്ളതാണ്. അതുപോലെ പാവയ്ക്ക മെഴുക്ക് വരട്ടി. ഇത്രയുമാണ് കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ പപ്പടം കാച്ചി, പിന്നെ കറിവേപ്പിലപ്പൊടി. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നതിന് ശേഷമാണ് ലഞ്ച് റെഡിയാക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പടി ചെയ്യുന്നത് മോര് കാച്ചിയതാണ്, നേന്ത്രപ്പഴം. അപ്പോൾ അതിനായിട്ട് നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മൺപാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നുറുക്കിയിട്ട് പിന്നെ അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. എളുപ്പത്തിലൊരു ഒഴിച്ച് കയറി എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാനിതുപോലെ മോര് കാച്ചിയത് തന്നെയായിരിക്കും തയ്യാറാക്കണത്. ഇനിയിപ്പോൾ ഏത്തപ്പഴമൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വെറുതെ ആയാലും മോര് കാച്ചി എടുക്കാം അല്ലേ. മോര് കാച്ചതിനുള്ള നേന്ത്രപ്പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഐറ്റം മെഴുക്ക് വരട്ടിയാണല്ലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച പാവയ്ക്ക എടുത്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഉടച്ച് കൂട്ടി കൊടുക്കും കേട്ടോ. മോര് കറിക്ക് എപ്പോഴും അതാണ് നല്ലത്. അപ്പോൾ പഴമൊക്കെ ഒന്ന് ഉടച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പുളിക്ക് ഇവിടെ മോരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മോര് ഒഴിച്ചു കൊടുക്കണം. ആ പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മോര്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് മോര് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അല്പം പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ മോര് നമ്മൾ തേങ്ങ അരയ്ക്കാതെ മോര് കാച്ചുമ്പോൾ അല്പം പുളി കുറവുള്ള മോരോ തൈരോ ആണ് നല്ലത്. മോര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാറില്ല. ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയാണ്. തിളക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫാക്കും. പിന്നെ അതിൽ താളിച്ചിടുകയാണ്. താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയുമാണ് താളിച്ചിടുന്നത്. പാവയ്ക്ക മെഴുക്ക് വരട്ടിക്കായിട്ട് എടുത്തിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള വേണമെങ്കിൽ എടുക്കാം, കുറച്ച് ടേസ്റ്റ് കൊച്ചുള്ളി ആയിരിക്കും. പിന്നെ 1-2 വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും ചതച്ചെടുക്കുകയാണ്. അവിടെ ഞാൻ ഇടിക്കലിൽ വെച്ച് ചതച്ചെടുക്കണം. അപ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടിയൊക്കെ ഉള്ളതല്ല, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് ഉള്ളിക്കൊരു ബ്രൗൺ നിറം വരണം. ഈ കൊച്ചുള്ളി മൂത്ത് വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അതെപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആ രുചി, നല്ല രുചി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ക്ഷമയില്ല, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടൊക്കെ തന്നെ ഇടയ്ക്ക് ഇളക്കുന്നത്. ഉള്ളി ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ നിറം ആയിട്ടില്ല, എങ്കിലും ഒരു ഇളം ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തിരക്ക് കാരണം പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള പൊടികളിടുകയാണ്. പൊടികളിടുന്നത് എന്തൊക്കെയാണ്? മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും, അത്രയും മാത്രമേ ഉള്ളൂ. പൊടികളിട്ട് ചെറുതായി ഒന്ന് മൂത്ത് ആ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക എടുത്ത് അതിലേക്ക് ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് വെളിച്ചെണ്ണ പോരെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്, ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ടേസ്റ്റ്, മെഴുകുവരട്ടിക്ക് ടേസ്റ്റ് അതാണല്ലോ.
അപ്പം എന്നിട്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ മൂടിക തുറന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എണ്ണ പോരെ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവുന്നത് വരെ അങ്ങനെ ചെയ്യാം. എന്നാലും അധികം സമയം വേണ്ട, ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയിരിക്കുന്നതുകൊണ്ട് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ നമുക്ക് കറിവേപ്പില വെന്ത് വരുമ്പോഴും ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കൊച്ചുള്ളി അധികം ചേർത്തിട്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ചില പാവയ്ക്കയുടെ കയ്പ്പും കുറഞ്ഞ് കിട്ടും. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് പപ്പടം കാച്ചിലാണ്. അപ്പോൾ പപ്പടവും കാച്ചി കഴിഞ്ഞാൽ പിന്നെ ഊണിനുള്ള സിമ്പിൾ ഐറ്റംസ് എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ ഊണിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി ഊണ് വിളമ്പാം. എന്തൊക്കെയാണ്? ചോറ്, പിന്നെ നെല്ലിക്കച്ചാറുണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ ഇട്ട് വെച്ചിരുന്ന നെല്ലിക്കച്ചാറ്, പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി, പപ്പടം, പിന്നെ മോര് കാച്ചിയത്. ഒരൈറ്റവും കൂടിയുണ്ട്, കറിവേപ്പിലപ്പൊടി, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കറിവേപ്പിലപ്പൊടി. ഊണ് വിളമ്പുന്നതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്